എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഘടുവനമാണ് ഇനിയിപ്പോൾ നമുക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം 21ാമത്തെ ഘടുവനത്തിന് ഒത്തിരി പേർക്ക് ഈ തുകവിതരണം മുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം 22ാമത്തെ ഘടുവനം കാത്തിരിക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. 21 വരെ കറക്റ്റായിട്ട് ലഭിച്ചിട്ടുള്ള കർഷകർ ചെയ്യേണ്ടത് നിങ്ങളുടെ KYC ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് കയറി നോക്കുമ്പോൾ എല്ലാം എസ് ആണ്. അതുകൊണ്ട് പിന്നെ വിഷയങ്ങളൊന്നുമില്ല എന്ന് കരുതും. അത് നമ്മൾ ഈ സ്റ്റാറ്റസ് ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊന്നും നമുക്ക് സാധിക്കില്ല. നിങ്ങളായിട്ട് തന്നെയും ഇതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ, അതിപ്പോൾ നമ്മൾ കൃഷി ഓഫീസിൽ ചെന്നാലും അക്ഷയയിൽ ചെന്നാലും അവരെല്ലാവരും സ്റ്റാറ്റസ് നോക്കിയിട്ട് നിങ്ങളോട് പറയും യാതൊരു വിഷയങ്ങളുമില്ല, ഇത് തുക വിതരണം ലഭിക്കുക, എന്നാൽ തുക വിതരണം ലഭിക്കുകയുമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളായിട്ട് തന്നെയും പരിശോധിച്ച് നോക്കേണ്ടതാണ്. PM കിസാൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ നമുക്ക് KYC എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ KYC എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് KYC ഓൾറെഡി ഡൺ എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് KYCക്ക് പ്രശ്നങ്ങളൊന്നും തന്നെയുമില്ല. അതല്ല, ഇതുപോലെ ഇവിടെ ബയോമെട്രിക്കലായിട്ട് KYC ചെയ്യണം എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബയോമെട്രിക്കലായിട്ട് തന്നെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. സ്റ്റാറ്റസ് മാത്രം ചെക്ക് ചെയ്യും, അവിടെ എല്ലാം എസ് ആയിരിക്കും. അവിടെ എസ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിഷയവുമില്ല എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല, നിങ്ങളായിട്ട് തന്നെ ഇതിനെയും KYC കയറി അവിടെ KYC നമ്മുടെ ആധാർ നമ്പർ കൊടുത്ത് KYC ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനൊക്കെ തന്നെയാണ് ഈ വെബ്സൈറ്റിൽ KYC ഓപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളായിട്ട് തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വീണ്ടും KYC ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാർമർ ID നിർബന്ധമായിട്ടും നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. കേന്ദ്രം കർശനമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് 22ാമത്തെ ഘടുവനം ലഭിക്കാനായിട്ട് ഫാർമർ ID നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ 21ാമത്തെ ഘടുവനം വരെ ലഭിച്ചിട്ടുള്ളവർ ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 21ാമത്തെ ഘടുവനം മുടങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ KYC ചെയ്തിട്ട് അത് യെസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 21ാമത്തെ ഘടുവനം മുടങ്ങിയിട്ടുള്ളതിൽ 90% KYC ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ KYC ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, KYC ഓൾറെഡി ഡൺ എന്ന് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കി പിന്നെ നിങ്ങളുടെ ഫാർമർ IDയും അവിടെ അപ്രൂവൽ ആയിട്ടുണ്ടോ, ഫാർമർ ID നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ള നിരവധി കർഷകരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റീസൺ വരുന്നത് ഐഡന്റിഫയർ വെരിഫിക്കേഷനും അതല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് വെരിഫിക്കേഷനുമാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് ഐഡന്റിഫയർ വെരിഫിക്കേഷൻ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതും നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫാർമർ ID നിർബന്ധമായിട്ടും അപ്രൂവൽ ആവണം. അപ്രൂവൽ ആയെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ തന്നെയും ഫാർമർ ID അവിടെ അപ്രൂവൽ ആയിരിക്കണം. അങ്ങനെ ഫാർമർ ID അപ്രൂവൽ ആയിട്ടുള്ളവർ നിങ്ങളുടെ എലിജിബിലിറ്റി സ്റ്റാറ്റസിൽ കയറി ചെക്ക് ചെയ്ത് അവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പങ്കാളിയുടെ പേരും ആധാർ നമ്പറുമാണ് ഐഡന്റിഫയർ വെരിഫിക്കേഷനിൽ കൊടുക്കേണ്ടത്. അത് അവിടെ കറക്റ്റായിട്ട് കൊടുത്ത് അത് സെൽഫ് ഓതൻറ്റിക്കേഷൻ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതല്ല, ലാൻഡ് വെരിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷിഭൂമിയുടെ വിവരങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ കൊടുത്ത് താഴെ വരുമ്പോൾ തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അത് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ളവർ അത് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 2022 മെയ് മാസം തൊട്ട് മുടങ്ങിയിട്ട് ഇതുവരെയും തുക വാങ്ങാത്തവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ KYC, ലാൻഡ് സീഡിങ്, ബാങ്ക് KYC ഇതെല്ലാം തന്നെ എസ് ആക്കിയിട്ട് തുക പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ KYC ബയോമെട്രിക്കലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ആധാർ നമ്പർ വെച്ച് നിങ്ങളുടെ KYC പരിശോധിക്കുമ്പോൾ അവിടെ ബയോമെട്രിക്കലായിട്ട് KYC ചെയ്യാൻ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം ഇത്രയും വർഷമായിട്ട് നിങ്ങൾ തുക കൈപ്പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് കേന്ദ്രത്തിന് ഉറപ്പ് വരുത്താനായിട്ടാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഇത്രയും കാലം തുക മുടങ്ങിയിട്ടുള്ളവർ നിങ്ങൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഫാർമർ ID അപ്രൂവലാക്കി എടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളവിടെ കറക്റ്റായിട്ട് തന്നെയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ബാങ്ക് സീഡിങ് മാറിയിട്ടുണ്ടോ, നിങ്ങളുടെ DBT ട്രാൻസാക്ഷൻ മോഡ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത്രയും വർഷങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെയും ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നമ്മൾ 22ാമത്തെ ഗഡു മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ പോരാ. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് ഈ ഒരു തുക മുടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ KYC പ്രോപ്പറായിട്ട് തന്നെയും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫാർമർ IDയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് അപ്രൂവൽ ആക്കുക. കേന്ദ്രം ഏത് സമയത്തും നിയമങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തുക ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അതിൻ്റെ പുറകെ ഓടേണ്ടി വരും. അതുകൊണ്ട് ഈ സമയത്തൊക്കെ ഇതൊക്കെ തന്നെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. ഫാർമർ ID ഇതുവരെയും അപ്രൂവൽ ആകാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വില്ലേജിൽ ചെന്നാണ് ഇത് അപ്രൂവൽ എടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ചെന്ന് ആധാറുമായിട്ട് ചെന്ന് ഇത് അപ്രൂവൽ വാങ്ങേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.